നമ്മുടെ വീട്ടിൽ കഥ അടയ്ക്കുന്നത് അപ്പുറത്തുള്ള ആൾക്കാർക്കെല്ലാം കേൾക്കാം. അതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? ആ ഓർഡർ തെറ്റി, ആ ക്രമം തെറ്റി. ഈ ക്രമം തെറ്റിയപ്പോഴാണ് കഥവ് അവശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഈ ക്രമം തെറ്റിയപ്പോഴാണ് ജനൽ അടയ്ക്കുന്നത് നാട്ടുകാരെല്ലാം കേൾക്കാൻ തുടങ്ങിയത്. അപ്പം ഒരു ക്രമത്തിൽ നിന്നാൽ അവിടെ ഉണ്ടാകുന്ന ഒരു നിശബ്ദതയുണ്ട്, അവിടെ ഉണ്ടാകുന്ന ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. ക്രമം തെറ്റിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ചില അവശബ്ദങ്ങളുണ്ട്. അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും. അതുകൊണ്ട് ജീവിതം ഏറ്റവും സന്തോഷകരമാകുവാൻ, സുഖകരമാകുവാൻ ഭാര്യ ഭർത്തൃബന്ധത്തിനകത്ത് ഒരു ദൈവീക ക്രമമുണ്ടാകണം. കുടുംബജീവിതം നയിക്കുന്നവർ, വിവാഹിതരായവരൊന്ന് കൈ ഉയർത്തിയേ. എന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഉണ്ടാ ഒരു കല്യാണം എന്നുള്ളവരും കൈ ഉയർത്തിയേ. പ്രൈസ് ഗോഡ്. അവരെല്ലാം ഇതിലിരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവീക ക്രമം ഉണ്ടാകണം കുടുംബത്തിൽ. എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യം. കുടുംബത്തിലെ തല, ഹെഡ് എന്ന് പറയുന്നത് ഭർത്താവാണ്. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടുവീൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. എപ്പോഴും ഭാര്യമാരല്ല എന്നെ നോക്കിയേ, നിങ്ങളുടെ ഭർത്താവിനേക്കാൾ നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും, നിങ്ങളുടെ ഭർത്താവ് മേടിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ശമ്പള കൂടുതലുണ്ടെങ്കിലും, പലതും ഉണ്ടെങ്കിലും, എപ്പോഴും ഓർക്കണം, നല്ലതാ സഹോദരിമാർ കഴിവുള്ളവരായിരിക്കണം, കുടുംബത്തെ നയിക്കണം. എനിക്കറിയാം ഒത്തിരി വീട് നോക്കുന്ന ഒത്തിരി അമ്മമാർ ഇതിലിരിപ്പുണ്ട്. ചില ഭർത്താക്കന്മാർ മദ്യപാനികളായിരിക്കും, അവർ ജോലിക്ക് പോകാത്തവരായിരിക്കും, വഴക്ക് പിടിക്കുന്നവരായിരിക്കും. പക്ഷേ ആ വീടിനെ നയിക്കുന്നത് ആ സഹോദരിയായിരിക്കും, കഷ്ടപ്പെടുന്നത് ആ അമ്മയായിരിക്കും. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ വ്യത്യാസം ഉണ്ടാകരുത്. നിങ്ങൾക്കാണ് ശമ്പള കൂടുതലെങ്കിലും, നിങ്ങൾക്കാണ് കഴിവ് കൂടുതലെങ്കിലും, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ശിരസ്സാണ്, നിങ്ങളുടെ തലയാണ് എന്ന ബോധ്യം എല്ലാ ഭാര്യമാർക്കും ഉണ്ടാകണം. കർത്താവിന് എന്ന വണ്ണം നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ല ഭാര്യയായിരിക്കണം. നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ അവഹേളിക്കരുത് ഒരിക്കലും. ആ കുഞ്ഞിൻ്റെ അപ്പനെ ആ കുഞ്ഞ് നാളെ ബഹുമാനിക്കുന്നത്, അമ്മമാരോടാണ് ഞാൻ ഈ പറയുന്നത്, ആ കുഞ്ഞിൻ്റെ അപ്പനെ ആ കുഞ്ഞ് നാളെ ബഹുമാനിക്കുന്നത് ആ അമ്മ അപ്പന് കൊടുക്കുന്ന ബഹുമാനമാണ് കുഞ്ഞ് കാണുക. കാരണം മക്കളുമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത്, ഹൃദയം കൊണ്ട് ടച്ചുള്ളത് അമ്മമാരോടാണ്. അമ്മ പറയാണ് ആ ചേട്ടൻ നല്ലതാന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് ആ ചേട്ടൻ നല്ലതായിരിക്കും. മോനെ ആ ചേട്ടൻ വൃത്തികെട്ടവനാട്ടോ, അവൻ്റെ അടുത്ത് പോകരുതെന്ന് അമ്മ കുഞ്ഞിനോട് പറഞ്ഞാൽ ആ കുഞ്ഞിന് ആ വ്യക്തിയെ വെറുപ്പായിരിക്കും. അമ്മ എന്താണോ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത്, മക്കൾക്ക് ഓതി കൊടുക്കുന്നത്, അത് മക്കളുടെ മനസ്സിലുണ്ടാകും. മാതാപിതാക്കളെ, പ്രത്യേകിച്ച് ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനം, നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, അദ്ദേഹത്തോട് നിങ്ങൾ കാണിക്കുന്ന വിധേയത്വം നിങ്ങളുടെ മക്കൾക്ക് അവരുടെ അപ്പനോടുണ്ടാകണം. അപ്പനെ അവർ ബഹുമാനിക്കുന്നവരാകണം. അപ്പനെന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു വലിയ സന്തോഷം ഉണ്ടാകണം. അതിന് അമ്മയ്ക്ക്, ഭാര്യയ്ക്ക് ഒരു പ്രധാനമായ റോളുണ്ട് എന്ന സത്യത്തെ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ തലയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വിധേയപ്പെടണം. കാരണം കൊലോസ്യർ 2:10 പറയുന്നുണ്ട്, ക്രിസ്തുവിനെ കുറിച്ച് തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അത് കർത്താവിനെ കുറിച്ച് പറയുന്നതാണ്. ഹല്ലേലൂയ. എഫെസ്യർ 1:22 അവനെ സർവ്വത്തിന് മീതെ തലയാക്കി. ആരാണ് ഹെഡ്? സഭയുടെ തല ആരാണ്? യേശു ക്രിസ്തുവാണ്. ദൈവരാജ്യത്തിൻ്റെ ഹെഡ് ആരാണ്? യേശു ക്രിസ്തുവാണ്. കൊലോസ്യർ 1:18 അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ തലയാകുന്നു. ഹല്ലേലൂയ. ആമീൻ. ചിലർ പറയാറുണ്ട് ആ പാസ്റ്ററാണ് സഭയുടെ തലവൻ, ഈസ് ദ ഹെഡ്. നോ, ആ പാസ്റ്റർ അല്ല സഭയുടെ തലവൻ. തല ക്രിസ്തുവാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവസഭ കർത്താവിൻ്റെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമാകുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ആ ഒരു പ്രോട്ടോകോൾ നിങ്ങൾ പാലിക്കണം. പറഞ്ഞേ, പ്രോട്ടോകോൾ എന്നാന്ന് പിടികിട്ടിയോ? എല്ലാ ഈ ദൈവരാജ്യത്തിനകത്ത് പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മുടെ രാജ്യത്തിൽ മാത്രമല്ല പ്രോട്ടോകോൾസ് ഉള്ളത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ ഫ്ലക്സ് ഒക്കെ അടിക്കുന്ന സമയത്ത്
കേന്ദ്രമന്ത്രി വരുന്നെങ്കിൽ കേന്ദ്രമന്ത്രി ആയിരിക്കും വലിയതായിട്ട് വയ്ക്കുന്നത്. കണ്ടുണ്ടോ? കേന്ദ്രമന്ത്രിയുടെ താഴെ MP ഉണ്ടെങ്കിൽ MP-യുടെ പടം കുറച്ച് ചെറുതായിരിക്കും. അതിനിപ്പുറത്ത് MLA കുറച്ചുകൂടെ താഴെയായിട്ട് വെക്കും. പിന്നെ താഴോട്ട് പോയിട്ട് വാർഡ് മെമ്പറൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇത് വെച്ച് നോക്കേണ്ടി വരും. എല്ലാം പിടി കിട്ടുന്നുണ്ടോ? ഏതാ ലെൻസ് വെച്ച് നോക്കേണ്ടി വരും. കാരണം അവരാ ഫോട്ടോ ഫ്ലെക്സിൽ വെച്ചിരിക്കുന്നത് പ്രോട്ടോക്കോൾ അനുസരിച്ചാണ്. എല്ലാം പിടി കിട്ടുന്നോ? ഞാൻ പറഞ്ഞത് ലോക മനുഷ്യരുടെ കാര്യമാണ്, അല്ലെങ്കിൽ സമൂഹത്തിലെ കാര്യമാണ്, പൊതുവായ കാര്യമാണ്. ഇതുപോലെ തന്നെ കുടുംബത്തിനകത്തും പ്രോട്ടോക്കോളുണ്ട്, ഭവനത്തിനകത്ത് പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ, ബൈബിൾ പറയുന്ന പ്രോട്ടോക്കോൾ, ആ കുടുംബത്തിൻ്റെ തല, ഭാര്യയുടെ തല എന്ന് പറയുന്നത് അവിടുത്തെ ഗൃഹനാഥനാണ്, അവിടുത്തെ അപ്പനാണ്. സഭയ്ക്കകത്ത് പ്രോട്ടോക്കോൾ ഉണ്ട്. സഭയുടെ തല ക്രിസ്തുവാണ്. ശുശ്രൂഷയിൽ പ്രോട്ടോക്കോൾ ഉണ്ട്. ഒന്ന് വായിച്ച വാസ്തവ 1 കൊരിന്ത്യർ 12:28-29. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ. പ്രോട്ടോക്കോൾ ഉണ്ടോ? ദൈവം തന്റെ സഭയിൽ ഒന്നാമത്, നമ്പർ 1, ഒന്നാമത് അപ്പോസ്തലൻ, രണ്ടാമത് പ്രവാചകന്മാർ. എന്തിനാ അങ്ങനെ എഴുതിയേ? എല്ലാവരും ദൈവമക്കളല്ലയോ? എല്ലാവരും ഒന്നല്ലയോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. എല്ലാത്തിനകത്തും ഞാൻ കാണുന്ന ഒരു ദൈവികമായ ക്രമമുണ്ട്. ദൈവം തൻ്റെ സഭയിൽ ഒന്നാമത് അപ്പോസ്തലൻ. നിങ്ങൾക്കറിയോ, പത്രോസിനെ നോക്കി യേശു കർത്താവ് പറഞ്ഞു, പത്രോസ് ഒന്നാമൻ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചിട്ടുണ്ടോ? 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പം ദൈവം പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞു, പീറ്റർ യു ആർ ദ ഫസ്റ്റ്. പത്രോസ് നീ ഒന്നാമൻ. നോക്കിയേ, പീറ്ററിൻ്റെ ശുശ്രൂഷ നിങ്ങൾ എടുത്തു നോക്കിയേ. ദൈവം അങ്ങനെ പറഞ്ഞെടുത്ത് അവൻ എവിടെങ്കിലും രണ്ടാമതായിട്ടുണ്ടോ നോക്കിയേ. കടലിൻ്റെ മുകളിലൂടെ നടക്കാൻ എല്ലാവർക്കും ഇൻവിറ്റേഷൻ യേശു ഒരുപോലെയാണ് കൊടുത്തത്. പക്ഷെ മറ്റൊരു ശിഷ്യന്മാർക്ക് നടക്കാൻ പറ്റിയില്ല. അല്പമെങ്കിലും ചുവടുകൾ വെച്ചത് പത്രോസാണ്. നിങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവാകുന്നു എന്ന വെളിപ്പാട് ആദ്യം പറഞ്ഞത് പത്രോസാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ആദിമ സഭയിലെ ആദ്യത്തെ പ്രസംഗം നടത്തിയത് പത്രോസാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ലെന്ന് ആദ്യം പ്രസംഗിച്ചത് പത്രോസാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ സ്നാനം, 3000 പേരെ സ്നാനപ്പെടുത്തിയത് പത്രോസാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുതിയ നിയമത്തിലെ ഹീലിംഗ് മിനിസ്ട്രി, അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോൾ ഹീലിംഗ് മിനിസ്ട്രി, സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലിരുന്നവനെ എഴുന്നേൽപ്പിച്ചത് പത്രോസാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് യോഹന്നാൻ പത്രോസിനെ വെയിറ്റ് ചെയ്ത് പുറത്തു നിന്നു. കല്ലറയ്ക്കകത്ത് ആദ്യം കടന്നത് പത്രോസാണ്. പത്രോസ്, യു ആർ ദ ഫസ്റ്റ്. ഞാൻ നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ആ വാക്കിനെ എങ്ങും തെറ്റിയിട്ടില്ല. ഇന്നും ശിഷ്യന്മാരിൽ മറ്റ് സാമുദായിക സഭകൾ നിങ്ങൾ എടുത്തു നോക്കിയേ. സാമുദായിക സഭകളിലേക്ക് നിങ്ങൾ നോക്കിയേ. അവരുടെ പോപ്പ്, അവരുടെ മാർപ്പാപ്പ പീറ്ററാണ്. യെസ്, ഹല്ലേലൂയ. എന്താ അതിന്റെ കാരണം? കർത്താവ് ഒരു പ്രോട്ടോകോൾ അവിടെ വെച്ചു. പീറ്റർ, യു ആർ ദ ഫസ്റ്റ്, നീ ഒന്നാമൻ. എല്ലാം ഇനാഗുറേറ്റ് ചെയ്തത് പുള്ളിയല്ലേ. ആദ്യത്തെ പ്രസംഗം, ആദ്യത്തെ സ്നാനം, ആദ്യത്തെ രോഗശാന്തി ശുശ്രൂഷ. ഞങ്ങളിപ്പോൾ ഇസ്രായേലിൽ പോയപ്പോൾ ആ തബീത എന്ന് പറയുന്ന കുഞ്ഞിനെ ഉയർപ്പിച്ച, പത്രോസ് ഉയർപ്പിച്ച സ്ഥലത്തൊക്കെ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തു. ആദ്യത്തെ പുതിയ നിയമസഭയിലെ അപ്പോസ്തല പ്രവൃത്തിയിലെ ആദ്യത്തെ ഉയർപ്പ്, ആദ്യത്തെ മരിച്ചൊരാളെ ഉയർപ്പിച്ചത് പീറ്റർ അല്ലേ? അപ്പം ദൈവം വെച്ച പ്രോട്ടോക്കോളുകൾ നിങ്ങളുടെ അസൂയകൾ കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും നിങ്ങളുടെ മനസ്സിലെ ആ ഒരു പിരിമുറുക്കങ്ങൾ കൊണ്ടും ദേഷ്യങ്ങൾ കൊണ്ടും ഒന്നും പൊളിക്കാൻ ശ്രമിക്കരുത്. കർത്താവ് വെച്ച വ്യവസ്ഥയിൽ ജീവിക്കണം. ഭർത്താവാണ് തലയെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നെങ്കിൽ ഭർത്താവ് തന്നെയാണ് തല. ഹല്ലേലൂയ. ചേർന്നൊരാമീൻ പറഞ്ഞേ. സഭയുടെ തല ക്രിസ്തുവാണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ക്രിസ്തു തന്നെയാണ് സഭയുടെ തല. ദൈവം തൻ്റെ സഭയിൽ ഒന്നാമത് അപ്പോസ്തലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. പറഞ്ഞേ, ദൈവം വില കൽപ്പിക്കുന്നതിന് വില കൽപ്പിക്കുകയും ദൈവം വില കൽപ്പിക്കാത്തതിന് വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ആത്മീയത.
ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്നാ? വിശുദ്ധി പുറമേ കാണിക്കുന്ന അഭിനയമല്ല. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവം വെറുക്കുന്നതിനെ വെറുക്കുകയും ദൈവം ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് വിശുദ്ധി. ദാറ്റ് ഇസ് എ ഡെഫിനിഷൻ. ദൈവം വെറുക്കുന്ന കാര്യമാണ്, കർത്താവിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്, അതെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് നോക്കണ്ട, എനിക്ക് കേൾക്കണ്ട, എനിക്ക് ചെയ്യണ്ട. ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമാണത്. എനിക്കത് ചെയ്യണം, എനിക്കത് വേണം, എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം, വചനം വായിക്കണം. യെസ്, ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ. അല്ലാതെ നമ്മൾ കുറെ പുറമേ കാണിക്കുന്ന കുറെ അഭിനയ താഴ്മകളോ വസ്ത്രധാരണത്തിലെ വേഷഭൂഷാദികളിലെ അഭിനയങ്ങളോ അല്ല വിശുദ്ധി. വിശുദ്ധി ഒരു പ്രസംഗമല്ല, വിശുദ്ധി ഒരു ജീവിതമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. ദാറ്റ് ഇസ് എ ലൈഫ്. ദാറ്റ് ഇസ് എ ലൈഫ്.